ഒരു തിരക്കേറിയ റോഡ്. വാഹനങ്ങളുടെ ശബ്ദവും ആളുകളുടെ തിരക്കുമൊക്കെയായി എല്ലാം വേഗത്തിൽ മുന്നോട്ടു പോകുന്ന ജീവിതം. ആ തിരക്കിനിടയിൽ ഒറ്റയ്ക്കായി ജീവിച്ചിരുന്നത് നിഖിലായിരുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിഖിലിന്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. ജോലി, വീട്, വീണ്ടും ജോലി. പക്ഷേ അവന്റെ ഫോണിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാത്ത ഒരു നമ്പർ. അത് അനുപമയുടെ നമ്പറായിരുന്നു. അനുപമ നിഖിലിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ. അവരെ ആദ്യമായി കണ്ടത് കോളേജിൽ. ലൈബ്രറിയിൽ ഒരേ പുസ്തകമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൈകൾ തമ്മിൽ തട്ടിയിരുന്നു. അവിടെ നിന്നാണ് അവരുടെ കഥ തുടങ്ങിയത്. ദിവസങ്ങൾക്കകം അവർ നല്ല സുഹൃത്തുക്കളായി. പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറി. കോളേജ് ക്യാന്റീനിൽ ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ച നിമിഷങ്ങൾ, വൈകുന്നേരങ്ങളിൽ കോളേജ് ഗ്രൗണ്ടിലൂടെ നടന്നത്, ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷമാക്കിയ ദിവസങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ കടന്നുപോയി. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും കഥകളെപ്പോലെ സിമ്പിൾ അല്ല. കോളേജ് കഴിഞ്ഞതിനു ശേഷം അനുപമയ്ക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. ആദ്യം അവർ ഫോൺ വഴി സംസാരിച്ചിരുന്നു. പക്ഷേ പതിയെ ആ വിളികൾ കുറയാൻ തുടങ്ങി. ഒരു ദിവസം പൂർണ്ണമായി നിർത്തി. നിഖിൽ പലവട്ടം വിളിച്ചു, പക്ഷേ മറുപടിയില്ല. അവൻ ഒടുവിൽ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ മറുപടി കിട്ടാതെ അവസാനിക്കും. വർഷങ്ങൾ കടന്നുപോയി. നിഖിൽ തന്റെ ജീവിതത്തിൽ മുന്നോട്ടുപോയി. പക്ഷെ അവളുടെ ഓർമ്മ ഒരിക്കലും പോയില്ല. ഒരു ദിവസം രാത്രി, മഴ പെയ്യുന്ന സമയം, അവന്റെ ഫോൺ മുഴങ്ങി. അപരിചിത നമ്പർ. നിഖിൽ ഫോൺ എടുത്തു. ഹലോ. അവിടെ നിന്നൊരു ശബ്ദം. നിഖിൽ. അവൻ മിണ്ടാതെയായി. അത് അനുപമയുടെ ശബ്ദമായിരുന്നു. എങ്ങനെയിരിക്കുന്നു? അവൾ ചോദിച്ചു. നിഖിലിന് എന്തു പറയണമെന്നറിയില്ല. നന്നായി. നീ? അവൻ പറഞ്ഞു. അവൾ കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. നിന്നോട് സംസാരിക്കാൻ ഞാൻ വളരെ വൈകി, അവൾ പറഞ്ഞു. എന്തുകൊണ്ട്? നിഖിൽ ചോദിച്ചു. അവൾ മൃദുവായി പറഞ്ഞു. ജീവിതം എന്നെ വളരെ ദൂരെയാക്കി, പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും മറന്നില്ല. ആ വാക്കുകൾ നിഖിലിന്റെ ഹൃദയം സ്പർശിച്ചു. അവരേറെ നേരം സംസാരിച്ചു. പഴയ ഓർമ്മകൾ, ചിരികൾ, ചെറിയ നിശബ്ദതകൾ. അവസാനം അനുപമ പറഞ്ഞു, നാളെ ഞാൻ നിന്റെ നഗരത്തിൽ വരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം നിഖിൽ ഒരു കഫേയിൽ കാത്തിരുന്നു. വാതിൽ തുറന്നു. അവൾ അകത്തു വന്നു. അനുപമ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ ചിരി അതേപോലെ തന്നെയായിരുന്നു. അവൾ അവന്റെ മുന്നിലിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അവൾ പറഞ്ഞു. നിഖിൽ ചിരിച്ചു. ചില ആളുകൾ വൈകിയെത്തും, പക്ഷെ അവർ ശരിയായ സമയത്താണ് വരുന്നത്. അവൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ഒരു ചെറിയ തെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യ കോൾ. ഒരു വൈകുന്നേരം അഭിൻ തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ ഒരു ഡിജിറ്റ് തെറ്റി. ഹലോ. ഒരു പെൺശബ്ദം. സോറി, തെറ്റായ നമ്പർ. അവൾ ചിരിച്ചു. പ്രശ്നമില്ല. അവൻ ഫോൺ വെക്കാൻ പോകുമ്പോൾ, ഒരു മിനിറ്റ്, അവൾ പറഞ്ഞു. ഇന്ന് ഞാൻ ഒരുപാട് ബോറടിക്കുന്നു. കുറച്ചുനേരം സംസാരിക്കാമോ? അഭിൻ അല്പം ഞെട്ടി, പിന്നെ ചിരിച്ചു. ശരി. അപരിചിതരിൽ നിന്ന് അടുപ്പത്തിലേക്ക്. ആ ദിവസം 5 മിനിറ്റ് സംസാരിച്ച കോൾ 1 മണിക്കൂറായി. ഞാൻ അനന്യ. ഞാൻ അഭിൻ. അവരൊരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പുസ്തകങ്ങൾ, സിനിമകൾ, സ്വപ്നങ്ങൾ. ദിവസങ്ങൾ ശീലമായി. അടുത്ത ദിവസം അനന്യയുടെ കോൾ വന്നു. തെറ്റായ നമ്പർ. അവൾ ചിരിച്ചു. അഭിൻ ചിരിച്ചു. ഇപ്പോ അത് ശരിയായ നമ്പറാണ്. അതൊരു ശീലമായി. രാത്രി കോളുകൾ, നീണ്ട സംഭാഷണങ്ങൾ. അവൾ പറഞ്ഞു, നിനക്കൊപ്പമുള്ള സംസാരങ്ങൾ എനിക്കൊരു സമാധാനമാണ്. അഭിൻ മനസ്സിലൊരു ചിരി. മഴ പെയ്തു. കണ്ടുമുട്ടാനുള്ള തീരുമാനം. ഒരു ദിവസം. നമ്മൾ നേരിൽ കാണാമോ? അഭിൻ ചോദിച്ചു. ഒരു നിമിഷം നിശബ്ദത. ശരി, അനന്യ പറഞ്ഞു. നാളെ പാർക്കിൽ. ആകാംക്ഷ. അഭിൻ അടുത്ത ദിവസം നേരത്തെ എത്തി. ഹൃദയം ശക്തമായി മിടിച്ചു. ഓരോ പെൺകുട്ടിയെയും നോക്കി. അവളാണോ? സമയം കടന്നുപോയി. അവൾ വന്നില്ല. ഭയം. അവന്റെ ഫോൺ റിംഗ് ചെയ്തു. അനന്യ. നീ വന്നോ? അവൾ ചോദിച്ചു. അതെ. നീ എവിടെയാണ്? അവൾ നിശബ്ദമായി. അഭിൻ, ഞാൻ വരില്ല. എന്തിന്? അവളുടെ ശബ്ദം കുലുങ്ങി. നിനക്കെന്നെ ഇഷ്ടമായത് എന്റെ ശബ്ദം കൊണ്ടാണ്, എന്റെ മനസ്സുകൊണ്ടാണ്. അതെ, പക്ഷേ എന്നെ കാണുമ്പോൾ നീ അതേപോലെ കാണില്ലെന്നെനിക്ക് പേടിയുണ്ട്. പ്രണയത്തിന്റെ സത്യം. അഭിൻ മൃദുവായി പറഞ്ഞു.
അനന്യ, ഞാൻ നിന്നെ കാണണം, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ മിണ്ടാതെയായി. സൗന്ദര്യം എനിക്ക് കേൾക്കാൻ കഴിയുന്നൊന്നാണ്, അഭിൻ പറഞ്ഞു. നിന്റെ ശബ്ദത്തിൽ, നിന്റെ വാക്കുകളിൽ. മാസങ്ങൾ, കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അഭിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം. അഭിൻ. അവൻ തിരിഞ്ഞു. ഒരു പെൺകുട്ടി. ഭയത്തോടെ, പക്ഷേ പ്രതീക്ഷയോടെ. അനന്യ. അവൾ ചിരിച്ചു, കണ്ണു നിറച്ച്. അവസാന വരി. ചില പ്രണയങ്ങൾ കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കാണേണ്ടതാണ്.